നെക്ക് പെയിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം ആദ്യം കടന്നു വരിക സ്പോണ്ടലോസിസ് എന്നുള്ളൊരു ടേം ആയിരിക്കും. പക്ഷേ മിക്ക നെക്ക് പെയിനും സ്പോണ്ടലോസിസ് ആയിരിക്കില്ല അതിന്റെ പ്രധാന റീസൺ. സ്പോണ്ടലോസിസ് ഒരു 40-45 വയസ്സിന് ശേഷം വരുന്ന തേയ്മാനം, കഴുത്തിന്റെ കശേരുക്കൊക്കെ ഉണ്ടാകുന്ന തേയ്മാനമാണ്. എന്നാൽ വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ, ഒരു 20 വയസ്സ് തൊട്ട് തന്നെ കഴുത്തുവേദനയായിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട്. പക്ഷെ അവരുടെ പോസ്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ് ലെവൽ എടുത്ത് നോക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന മസിൽസിനകത്തുള്ള ഇംബാലൻസ്, അത് കഴുത്തിന് ചുറ്റുമാവാം, തോളിന് സൈഡിൽ വരുന്ന മസിൽസ് ആവാം, നമ്മുടെ തോൾ പലകയിൽ നിന്ന് വരുന്ന മസിൽസ് ആവാം. ഇതിനകത്ത് ഉണ്ടാകുന്ന സ്ട്രെയിൻ ആയിരിക്കാം നെക്ക് പെയിന്റെ ഒരു റീസൺ. അത് എങ്ങനെ ഉണ്ടാക്കുന്നു ആ സ്ട്രെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, കണ്ടിന്യൂസ്ലി മൊബൈൽ യൂസേജ് അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ യൂസേജ്, ഒരുപാട് ഫോർവേഡ് ബെൻഡ് ചെയ്ത് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആന്റി ഗ്രാവിറ്റി മസിൽസ് നമ്മുടെ തലയെയും കഴുത്തിനെയും സ്ട്രെയിറ്റ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് മസിൽസിന് സ്ട്രെയിൻ ഉണ്ടാവും. സോ മസിൽസിന്റെ ഈ സ്ട്രെയിൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അതിന് പ്രോപ്പറായിട്ടുള്ള എക്സസൈസും ഫിസിയോയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നെക്ക് പെയിൻസ് ഒഴിവാക്കാൻ സാധിക്കും.